സത്യം പറഞ്ഞാല് ഈ തർക്കമുറി ഉണ്ടല്ലോ, ഇതങ്ങ് സ്ഥിരമായിട്ട് അടച്ചിടാന്നുള്ളതായിരുന്നു എന്റെ ഒരു വിശ്വാസവും ധാരണയും തീരുമാനവും. അപ്പോഴാണ് ദൈവൻ പ്രശോഭ് ഒരു ഐഡിയയായി കൊണ്ടുവന്നത്. ഒരു കണക്കിന് നോക്കിയപ്പോ അത് കൊള്ളാമെന്ന് എനിക്കും തോന്നുന്നു. അതെ, എന്നോട് ആലോചിക്കാതെ എന്ത് ഐഡിയ ആണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്? അതിപ്പോ പറയുമല്ലോ അപ്പൊക്കെ. അല്ല, ഐഡിയ എന്താന്ന് പറ. ആ ശരിയാ, ഐഡിയ എന്താന്ന് പറ അമ്മ. പറയാം. അതായത് ഞാൻ ഒരു കോയിൻ എടുത്ത് ഒന്ന് മുകളിലോട്ടൊന്ന് ടോസ് ചെയ്തിടും. മനസ്സിലായില്ലേ? ഹെഡ്സ് ഓർ ടൈൽസ് നമ്മൾ സാധാരണ കാണാറില്ലേ? ഒരു വശത്ത് ഹെഡ്, ഒരു വശത്ത് ടൈല്. കണ്ടിട്ടില്ലേ കളിയൊക്കെ? പറഞ്ഞ കളിക്കൊക്കെ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ടോസ് ചെയ്ത് വരുമ്പം ആദ്യമേ തന്നെ ഒരാൾ ഹെഡ് വേണ്ടി ഒരു ഹെഡ് പറയണം, ടൈല് വേണ്ടി ഒരു ടൈല് പറയണം. എന്നിട്ട് ഈ കോയിൻ വീഴുമ്പം ഹെഡാണ് വീഴുന്നതെങ്കിൽ ഹെഡ് പറഞ്ഞ ആളിന് മുറി കിട്ടും, ടൈലാണ് വീഴുന്നതെങ്കിൽ ടൈല് പറഞ്ഞ ആളിന് മുറി കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. ആയല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. എനിക്ക് സമ്മതം. സമ്മതം കൊച്ചമ്മ. എനിക്ക് ആ കോയിൻ ഒന്ന് പരിശോധിക്കണം. അപ്പൊ എന്റെ കൊച്ചമ്മ വിശ്വാസം ഇല്ലല്ലേ? അയ്യോ, വിശ്വാസം ഇല്ലാത്തോണ്ടല്ല, ഇത് നറുക്ക് വീഴുന്ന പോലല്ലേ. അപ്പൊ അതിന്റെ വിശ്വാസത പരിശോധിക്കേണ്ട ഒരു അധികാരം എനിക്കുണ്ട്. പറയാനൊക്കത്തില്ല, റിസർവ് ബാങ്കിൽ വരെ കേരളത്തിലുണ്ട്. ചിലപ്പോ എല്ലാ കോയിനും ഒന്നു ഓക്കെ, തീർന്നില്ലേ? ഇല്ല. ഓക്കെ. അല്ല, ഒരച്ചിട്ടും കൂടെ തരണം. വേണ്ട. ഞാൻ വിചാരിച്ചിട്ട് റിസർവ് ബാങ്കിൽ അപേക്ഷിച്ച് വേറെ കോയിൻ ഉണ്ടാക്കേണ്ടി വരുമോ? ചതി. ഇങ്ങോട്ട് വേടാ. ഷടാ. മനസ്സിലായല്ലോ? ഹെഡ് ഓർ ടെയിൽ. ഇനി പറ, നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ഏതായാലും കുഴപ്പമില്ല അമ്മ. അമ്മ, എനിക്ക് ഹെഡ് ഏത് പറയണം? ടെയില് പറ. അമ്മ, എനിക്ക് ടെയില് മതി. ടെയില് മതി. ഉറപ്പ് തന്നല്ലോ, മാറരുത്. ഇല്ല. അപ്പൊ ലക്ഷ്മിക്ക് ടെയില്, നിനക്ക്? അങ്ങനെയാണെങ്കിൽ എനിക്കും ടൈലും മതി. അല്ല സുരഭി, അവിടെ ഹെഡ് വീണ് കഴിഞ്ഞാ ടെയിലായിരിക്കും, അവിടെ ടെയില് പറഞ്ഞാ ഇവിടെ ഹെഡ്. ഒരു നാണയത്തിനെ ഒരു ഹെഡും ഒരു ടെയിലും. അവളിങ്ങനെ പറഞ്ഞു ടെയിലെന്ന്. അപ്പൊ ഇനി നിനക്ക് ഹെഡേ ഉള്ളൂ. ചെറിയമ്മ ഹെഡ് എടുത്താൽ മതി. പിങ്കി മോള് പറഞ്ഞുകൊണ്ട് ഹെഡ്. കറക്റ്റ്. അങ്ങനെ മതിയില്ല അണ്ണാ. അപ്പൊ മനസ്സിലായല്ലോ, ഹെഡ് വീണാൽ മുറി നിനക്ക്, ടെയിൽ വീണാൽ മുറി അവക്ക്. തുറക്കണം കൊച്ചമ്മ, തുറക്കണം കൊച്ചമ്മ. ഹെഡ്. ചതി, 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 വൻ ചതി. ചതിയല്ല, കോയിൻ, കോയിൻ. അല്ലല്ല, ഇത് പറ്റത്തില്ല. ഇത് ചതിയല്ല, നാണയം. ഹെഡിന്റെയിലുള്ള നാണയം. ഹെഡല്ലേ വീണത്? ഹെഡ്. അമ്മ, എനിക്കൊരു കാര്യം പറയാട്ടോ അമ്മ. പറ. ഞാൻ ആ മുറി വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ ചോദിക്കാനിരിക്കുവായിരുന്നു, നിനക്ക് എന്തോ ഇത്ര വലിയ വാശി ആ മുറി വേണം? അമ്മ, ഞാൻ ആ കാര്യം പറയാൻ വേണ്ടിട്ടിരിക്കുകയായിരുന്നു. അമ്മ, വീട്ടിനടുത്തുള്ള ഒരു ജോത്സ്യം പറഞ്ഞ് വടക്ക് ഭാഗത്തുള്ള ഒരു മുറി താമസിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദോഷങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വാശി പിടിച്ച് ആ മുറി തന്നെ വേണമെന്ന്. ഉണ്ടായിരുന്നു. എന്നാ പിന്നെ ഇതൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതുവരെ പോകോടി ഹെഡിൻ ഡെയിലും ഒക്കെ ആയിട്ട്. പിന്നല്ലാതെ. എന്റെ പൊന്ന് ദൈവമേ. പോട്ടെ, ഏതായാലും ഇപ്പം ഹെഡ് വീണു, മുറി സുരഭി. ഇനി അതിന് മാറ്റമൊന്നുമില്ല. ഇനി ഇതിന്റെ പേരിലൂടെ ഒരു സംസാരം നടന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് സന്തോഷം. എന്താ കൊച്ചനെ? അവക്ക് എന്തോ സുഖം? പിന്നെ ഇളകിയോ? അമ്മയ്ക്കറിയാലോ അവളെ സ്വഭാവം. അതെ. ഓ എന്റെ ദൈവമേ. ഏതായാലും കാര്യം ഒരു തീരുമാനമായല്ലോ, ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ ആ മുറിയിലോട്ട് പോവല്ലേ? ഞാനൊന്ന് പോയേക്കാം. ആയിക്കോട്ടെ. അയ്യോ, എന്ത് കുഞ്ഞു പോകുന്നില്ലേ? വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നതാ അവന് സേഫ്. ഞാൻ അത് ഓർമ്മിച്ചില്ല. കഷ്ടം. ഒടുക്കത്തൊരു ഐഡിയ. ഇതിലും ഭേദം മുറി പൂട്ടിക്കിടക്കുന്നത് തന്നെയായിരുന്നു. ഇതിപ്പോ ടോസ് വീണതല്ലേ? ക്രിക്കറ്റിൽ പോലും ടോസ് വീണ ആ രാജക്കാർ പിന്നെ വേറൊരിടത്ത് തർക്കിക്കാൻ പോവില്ല. അതാണ് ചരിത്രം. എനിക്ക് നിങ്ങളുടെ ചരിത്രവും ശാസ്ത്രവും ഒന്നും കേൾക്കണ്ട. ഞാനാണ് ആദ്യം ഹെഡ് വേണമെന്ന് പറഞ്ഞത്, അറിയോ? എന്നാ നീ ആ ഹെഡിൽ തന്നെ ഉറച്ചു നിൽക്കാത്തത്? ഇടയ്ക്ക് വെച്ച് എന്തിന് ടെയിൽ വിളിച്ചത്? എന്റെ കഷ്ടകാലത്തിന് ഭർത്താവാണല്ലോ, ഒരു അഭിപ്രായം ചോദിക്കാലോ എന്ന് വിചാരിച്ച് ചോദിച്ചു പോയതാ. അതിങ്ങനാവുന്ന ഞാൻ അറിഞ്ഞോ? നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു വഴക്കുണ്ടായെന്ന് ആരും അറിയണ്ട. എനിക്ക് നല്ല ഉറക്കം പറഞ്ഞു. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി കിടന്നോ. ഞാൻ ഇവിടെ കൂട്ടത്തിൽ കിടത്തില്ല. ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഒച്ച വെച്ച് കൊച്ചിനെ എഴുന്നേപ്പിക്കാൻ നിൽക്കരുത്.
ലക്ഷ്മി നീ കാണിക്കുന്ന മഹാ ബോറാണേ. വളരെ ബോറാ. ഞാൻ ബോറായിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുള്ളൂ. അല്ലേലും എനിക്കറിയാം അവക്ക് ആ മുറി കിട്ടിയാലും നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടെന്ന്. പോയി വേറെ എവിടേക്കും പോയി കിടന്നോ. ഞാൻ ഇവിടെ കിടന്നതില്ല. പൊക്കോ പൊക്കോ പൊക്കോ. സത്യത്തില്ല. പറഞ്ഞു കേക്കണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.